പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാരെ ഈ പച്ചയ്ക്ക് പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമാണ്. നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പ്രഹസന പരിപാടി. ശ്രദ്ധയ്ക്ക് ഇന്ന് ഞായറാഴ്ച ദിവസം 15-ാം തീയതിയാണ്, അതും ഏതാണ്ട് ഒരു മാസം ആവാറായി. അപ്പോൾ ഇന്ന് 16/2/2026 മലയൻകീഴ് മണിയറവിള സ്ഥിതി ചെയ്യുന്ന കാട്ടാക്കട താലൂക്ക് ഹോസ്പിറ്റലാണിത്. അതെ, ശാലൂപ്പയോട് പറഞ്ഞതുപോലെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് പണി കഴിപ്പിച്ച ഈ കെട്ടിടം ഇത് പ്രവർത്തന സജ്ജമല്ലെന്നാണ് അദ്ദേഹം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അവിടേക്ക് പോയത്. പക്ഷെ ഞാൻ അവിടെ കണ്ടത് പ്രവർത്തന സജ്ജമായ OP, അവിടുത്തെ ഫാർമസി, അവിടുത്തെ പ്രവർത്തിക്കുന്ന വാർഡുകൾ, അതുപോലെ തന്നെ എല്ലാവിധ എക്യുപ്മെൻറ്റ്സോടും കൂടിയ അവിടുത്തെ ഡെൻ്റൽ OP എന്നിവയൊക്കെയാണ്. താങ്കൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെല്ലാം തന്നെ 100% യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ താങ്കൾ ഇപ്പോൾ ഈ ചെയ്യുന്നത്, അതായത് സാധാരണക്കാരൻ്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് പച്ചക്കള്ളം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത് ഒരു രാഷ്ട്രീയ PR വർക്കാണെന്ന് നമ്മൾ കാണുന്നവർക്ക് എല്ലാം മനസ്സിലാവുന്ന ഒന്ന് തന്നെയാണ്. കാട്ടാക്കടയിലെ വികസനപ്രേമിയായ താങ്കൾ കാട്ടാക്കടയിൽ നടന്ന വികസനങ്ങളെ പറ്റി ഒന്നും തന്നെ ഇതുവരെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. മലയൻകീഴിലെ സബ് രജിസ്ട്രാർ ഓഫീസ്, ട്രഷറി ഓഫീസ്, നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളെല്ലാം തന്നെ ഹൈടെക്കായി മാറിയത്, സ്കൂളുകളിലെ ഒപ്പം റൂമുകൾ, ഇതിനെപ്പറ്റിയൊന്നും താങ്കൾ ഇതുവരെ സംസാരിച്ചത് കണ്ടിട്ടേ ഇല്ല. നമ്മുടെ ഈ താലൂക്ക് ഹോസ്പിറ്റൽ വന്നപ്പോൾ പോലും അതിനെപ്പറ്റി ഒരു നല്ല വാക്ക് താങ്കൾ പറയുന്നത് കണ്ടില്ല. പക്ഷേ എന്നോ എടുത്ത ഒരു വീഡിയോ എടുത്തിട്ട് ആൾക്കാരുടെ കണ്ണിൽ എന്തിനാണ് പൊടിയിടാൻ നോക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ കെട്ടിടമെന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സൗകര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ വേണ്ടത്? നമ്മളെല്ലാവരും കാട്ടാക്കട മണ്ഡലത്തിലെ നിവാസികളല്ലേ? നമുക്ക് വേണ്ടിയല്ലേ ഗവൺമെൻറ് ഇത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിൽ ഒരു ദുഷ്ടലാക്കോടുകൂടി കാണുന്നത്?